അടുത്ത ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രാമൻ നാഥ് ഡിഫ്രാക്ഷനാണ്. ഈ ടോപ്പിക്കിൽ നമ്മൾ ബേസിക് ഡീറ്റെയിൽസ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. കാരണം നമ്മുടെ സെം 2 എക്സാമിന് ഇതിൽ ബേസിക്സ് ഓഫ് രാമൻ നാഥ് ഡിഫ്രാക്ഷൻ ആൻഡ് ബ്രാഗ്സ് ഡിഫ്രാക്ഷൻ ആണ് പറയുന്നത്. സോ നമ്മൾ തിയറിയിലോട്ട് കടക്കുന്നില്ല. ഒരു ഇൻട്രൊഡക്ഷനും അതിൻ്റെ അപ്പാരച്ചസ് സെറ്റപ്പ് മാത്രമേ പറയുന്നു, ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. സോ രാമൻ നാഥ് ഡിഫ്രാക്ഷൻ. നമ്മൾ ഫസ്റ്റ് ഒരു സെല്ല് കൺസിഡർ ചെയ്യുക, ഒരു ക്ലോസ്ഡ് സെല്ല്, സ്മോൾ ഡയമെൻഷൻ. ഇതൊരു 1 to 2 സെൻറ്റിമീറ്റർ ഒക്കെ ആവാം ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു മീഡിയത്തിനെ ഫില്ല് ചെയ്യാൻ പറ്റും. കൺസിഡർ അത് സപ്പോസ് ലിക്വിഡ് ആണെന്നിരിക്കട്ടെ, വാട്ടറോ അങ്ങനെ എന്തെങ്കിലും ഒരു ലിക്വിഡ് ആണെന്നിരിക്കട്ടെ. അതിലാണ് നമ്മൾ സാമ്പിൾ പ്ലേസ് ചെയ്യുന്നത്. ഈ രാമൻ നാഥ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മളൊരു സാമ്പിൾ, ഒരു മീഡിയം സാമ്പിൾ എടുത്തിട്ട് അതിൽ ഒരു വേവ് ഇൻഡ്യൂസ് ചെയ്തിട്ട്, ഒരു വേവ് സപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഡിഫ്രാക്ഷൻ സ്റ്റഡി ചെയ്യുന്നതിനെയാണ് രാമൻ നാഥ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ ഒരു സെല്ലിൻ്റെ അകത്ത് ഒരു മീഡിയം എടുക്കുന്നു, അതിലോട്ട് ഒരു അക്വസ്റ്റിക് വേവ് നമ്മൾ ഇമ്പോസ് ചെയ്യുകയാണ്. ഇമ്പോസ് ചെയ്യുന്നത് ഒരു അക്വസ്റ്റിക് ട്രാൻസ്ഡ്യൂസർ വെച്ചിട്ടാണ്. സോ ഇൻ രാമൻ നാഥ് ഡിഫ്രാക്ഷൻ an acoustic wave is made to propagate through a medium. It produces a periodic strain. നമ്മൾ ഒരു അക്വസ്റ്റിക് വേവ് ഒരു മീഡിയത്തിൽ കൂടി പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ഒരു അക്വസ്റ്റിക് വേവ് ഒരു മീഡിയത്തിൽ കൂടി പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു പീരിയോഡിക് സ്ട്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഈ സ്ട്രെയിൻ കാരണം അവിടെ ഒരു പീരിയോഡിക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഡ്യൂസ് ആകും. പീരിയോഡിക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേരിയേഷൻ, പീരിയോഡിക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേരിയേഷൻ. ഇതെങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ട്രാൻസ്ഡ്യൂസറിൽ നിന്ന് ഈ മീഡിയത്തിലോട്ട് വേവ്സിനെ പാസ് ചെയ്യുന്നത് ഒരു പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ വെച്ചിട്ടാണ്. ആ ക്രിസ്റ്റലിലോട്ടാണ് നമ്മൾ ഈ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നത്. അന്നേരം അത് ഇതിൻ്റെ അകത്ത് നിന്ന് വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ അത് ഒരു പൂളിൽ വേവ്സ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ ആ സാധനം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ കറസ്പോണ്ടിങ് വേവ്സ് ആ മീഡിയത്തിൻ്റെ അകത്തും പ്രൊഡ്യൂസ് ചെയ്യും. അതെന്ന് പറയുന്നത് വിൽ ബി ഓഫ് ദ സെയിം ഫ്രീക്വൻസി ഓഫ് ദിസ് അക്വസ്റ്റിക് വേവ് ആൻഡ് ഇറ്റ് പ്രൊപ്പഗേറ്റ്സ് വിത്ത് ദ സെയിം വെലോസിറ്റി. അപ്പോൾ അങ്ങനെയാണ് ഈ വേവ്സ് ഈ മീഡിയത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ അക്വസ്റ്റിക് വേവ് പ്രൊഡ്യൂസസ് എ പീരിയോഡിക് സ്ട്രെയിൻ ആൻഡ് ക്രിയേറ്റ്സ് എ പീരിയോഡിക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേരിയേഷൻ. ഇതിന് PRI എന്ന് ഷോർട്ടായിട്ട് വിളിക്കാം, പീരിയോഡിക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേരിയേഷൻ. So in Raman Nath diffraction, a periodic refractive index variation is produced by the acoustic wave due to the periodic strain. It has the same frequency and the same velocity of that of the acoustic wave. Same frequency and velocity of the acoustic wave. സോ ഇത്രയാണ് ആ സെല്ലിൻ്റെ കേസിൽ സംഭവിക്കുന്നത്. ഇനി ഒരു ലൈറ്റ് വേവ് ഇതിൽ വന്ന് ഇൻസിഡൻ്റ് ആവുകയാണെങ്കിൽ, ലൈറ്റ് വേവ് ഇതിൽ വന്ന് ഇൻസിഡൻ്റ് ആവുകയാണെങ്കിൽ അവിടെ ഡിഫ്രാക്ഷൻ സംഭവിക്കും. ഒരു സ്പ്രെഡിങ് പോലെ നേരെ വരുന്നത് ആ മീഡിയത്തിൽ. ഇപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രേറ്റിങ്ങിൻ്റെ അപ്പർച്ചസ് പോലെ, അതായത് കുറേ സ്ലിറ്റുകൾ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്ന പോലെ ആകും ഈ മീഡിയം എന്ന് പറയുന്നത്. കാരണം അവിടെ ഇങ്ങനെ കറസ്പോണ്ടിങ് കോൺട്രാക്ഷനും റെയർ ഫ്രാക്ഷൻസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് കുറച്ച് മീഡിയം തിക്കായിട്ടിരിക്കും, കുറച്ച് വൈഡൻ ആയിട്ടിരിക്കും. അപ്പോൾ വേവ്സ് പോലെ ഇങ്ങനെ നിൽക്കുക, ക്രസ്റ്റ് ആൻഡ് റഫ് പോലെ. സോ അതുകൊണ്ട് തന്നെ അത് ടൈനി സ്ലിറ്റ്സ് ആയിട്ട് ആക്ട് ചെയ്തിട്ടാണ് അവിടെ ഡിഫ്രാക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്.
So when a light wave is allowed to fall on such a refractive index grating, it undergoes diffraction. Depending ഇതെന്ന് പറയുന്നത് ഡിപ്പെൻസ് ഓൺ ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ഫോൾ ആൻഡ് ദി അക്കോസ്റ്റിക് വേവ്സ്. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിഫ്രാക്ഷൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഈ വരുന്ന ലൈറ്റ് വേവിൻ്റെ വേവ് ലെങ്തിനെയും ഈ അക്കോസ്റ്റിക് വേവ്സിൻ്റെ വേവ് ലെങ്തിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ഈ ലെങ്തിനെയും, അതായത് ഈ നമ്മൾ എടുക്കുന്ന സെല്ലിൻ്റെ ലെങ്തിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇവിടെ ഹാപ്പൻ ചെയ്യുന്ന രാമൻനാഥ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഡിഫ്രാക്ഷൻ ഹാപ്പൻ ചെയ്യുമ്പോൾ അത് മൾട്ടിപ്പിൾ ഓർഡർ ഡിഫ്രാക്ഷൻ ആണെന്നുണ്ടെങ്കിലാണ് അത് രാമൻനാഥ് ആകുന്നത്. സിംഗിൾ ഓർഡർ ഡിഫ്രാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ബ്രാഗ്സ് ഡിഫ്രാക്ഷൻ ആണ്. സോ when the light is allowed to fall on the sample, it undergoes refractive index grating, and the diffraction depends upon the wavelength of light fall on the medium and the wavelength of the acoustic wave. ലൈറ്റിൻ്റെയും അക്വസ്റ്റിക് വേവിൻ്റെയും വേവ് ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവിടെ ഡിഫ്രാക്ഷൻ ഹാപ്പൻ ചെയ്യുന്നത്. ഇനി മൾട്ടിപ്പിൾ ഓർഡർ ഡിഫ്രാക്ഷൻ ആണെങ്കിൽ അത് രാമൻനാഥ് ഡിഫ്രാക്ഷനും, സിംഗിൾ ഓർഡർ ഡിഫ്രാക്ഷൻ ആണെങ്കിൽ അത് ബ്രാഗ്സ് ഡിഫ്രാക്ഷനുമാണ്. സോ when light falls on the medium, refractive index grating happens. And it undergoes diffraction. It depends on the wavelength of light and acoustic wave. It depends on the wavelength of light and acoustic wave and the length of the cell. If the diffraction happening is multiple order, then it is Raman-Nath diffraction. Single order Brags. So for Raman-Nath diffraction, there is a condition to be satisfied. Raman-Nath diffraction ആകണമെന്നുണ്ടെങ്കിൽ L എന്ന് പറയുന്നത്, അതായത് ആ ലെങ്ത് ഓഫ് ദ സെൽ എന്ന് പറയുന്നത് ഷുഡ് ബി വെരി വെരി ലെസ് ദാൻ സ്മോൾ കെ ബൈ ക്യാപിറ്റൽ കെ സ്ക്വയർ. ഈ സ്മോൾ കെ ബൈ ക്യാപിറ്റൽ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് അക്കോസ്റ്റിക് വേവ് ലെങ്ത് സ്ക്വയർ N0 ഡിവൈഡഡ് ബൈ 2π λ0, where the symbol represent acoustic wavelength N0 is the refractive index of the medium, λ0 is the wavelength, optical wavelength, lambda is the optical wavelength. So if these conditions are satisfied, then multiple diffraction happen, and the diffraction of multiple order happen, and it is a Raman-Nath diffraction. For Bragg's diffraction, the condition is the opposite. L is very very greater than small k by capital K square. So also Raman-Nath diffraction എന്ന് പറയുന്നത് ഫേസ് ഗ്രേറ്റിംഗ് ആണ് അവിടെ മീഡിയത്തിൽ ഹാപ്പൻ ചെയ്യുന്നത്. ഫേസ് ഗ്രേറ്റിംഗ്. ബ്രാഗ്സ് ഡിഫ്രാക്ഷനിലാണെങ്കിൽ അവിടെ വോളിയം ഗ്രേറ്റിംഗ് ആണ് ഹാപ്പൻ ചെയ്യുന്നത്. സോ രാമൻ-നാഥ് ഡിഫ്രാക്ഷൻ ആണെങ്കിൽ
രാമൻനാഥ് ഡിഫ്രാക്ഷൻ ആണെങ്കിൽ അവിടെ ഹാപ്പൻ ചെയ്യുന്നത് ഫേസ് ഗ്രേറ്റിംഗ്. ബ്രാഗ്സ് ഡിഫ്രാക്ഷൻ ആണെങ്കിൽ വോളിയം ഗ്രേറ്റിംഗ്. ഓക്കെ, ഇത്രയാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു രാമൻനാഥിൽ മൾട്ടിപ്പിൾ ഡിഫ്രാക്ഷനാണ് ഹാപ്പൻ ചെയ്യുന്നത്. സോ ഇത് സെൻറ്ററിലുള്ള ലൈൻ. സോ ഇത് ഫസ്റ്റ് ഓർഡർ ഡിഫ്രാക്ഷൻ, ഇത് സെക്കൻഡ് ഓർഡർ. അതിനെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. സോ ഇപ്പം നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പാർട്ട് കഴിഞ്ഞു. ഇനി അതിൻ്റെ എക്സ്പെരിമെൻ്റൽ അറേഞ്ച്മെൻ്റ് ആണ് പറയാൻ പോകുന്നത്. എക്സ്പെരിമെൻ്റൽ എക്സ്പെരിമെൻ്റൽ അറേഞ്ച്മെൻറ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങൾ. ദർ ഇസ് എ സെൽ കണ്ടെയ്നിങ് വാട്ടർ വിച്ച് ഈസ് കണക്റ്റഡ് ടു ആൻ അക്വസ്റ്റിക് ട്രാൻസ്ഡ്യൂസർ വിച്ച് ട്രാൻസ്ഫേഴ്സ് ദി ഇലക്ട്രിക് ഫീൽഡ് ജനറേറ്റഡ് ടു എ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ which creates a strain in the medium. The crystal expands and contract, which leads to compression and rarefaction in the water, which produces periodic refractive index variation. അതായത് നമ്മളൊരു സെല്ല് എടുത്തിട്ടുണ്ട്, അതിനകത്തൊരു മീഡിയം ഉണ്ട്, അത് വാട്ടർ ആണെന്നിരിക്കട്ടെ. അവിടെ ഒരു അക്വസ്റ്റിക് ട്രാൻസ്ഡ്യൂസർ, ഒരു ഡിവൈസ് യൂസ് ചെയ്തിട്ട് ഇലക്ട്രിക് ഫീൽഡ് ഒരു ക്രിസ്റ്റലിലോട്ട്, പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ആ ക്രിസ്റ്റൽ കംപ്രസ് ആവുകയും എക്സ്പാൻഡ് ആവുകയും ചെയ്യും. അപ്പോൾ അവിടെ കംപ്രഷൻസ് ആൻഡ് റെയർഫ്രാക്ഷൻസ് മീഡിയത്തിൽ പ്രൊഡ്യൂസ് ആവും. അതെന്ന് വെച്ചാൽ ഒരു പൂളിൽ വേവ്സ് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് ഇമാജിൻ ചെയ്താൽ മതി. അപ്പോൾ ആ പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. സോ അതിന് നമുക്കൊരു സ്ട്രെയിൻ, പീരിയോഡിക് സ്ട്രെയിൻ എന്ന് പറയാം. ഇത് ഒരു സ്പെസിഫിക് ടൈം പീരീഡിൽ റിപ്പീറ്റ് ചെയ്യുന്ന ഇതുകൊണ്ടാണ് നമ്മൾ പീരിയോഡിക് മോഷനായിട്ടാണ് ആ കംപ്രഷനും റെയർഫാക്ഷനും ക്രിയേറ്റ് ആകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ പീരിയോഡിക് സ്ട്രെയിൻ എന്ന് പറയുന്നത്. സോ അവിടെ ആ സ്ട്രെയിൻ മൂലം അവിടെ ഒരു കംപ്രഷനും റെയർഫ്രാക്ഷനും ഹാപ്പൻ ചെയ്യും. അപ്പോൾ ദാറ്റ് പ്രൊഡ്യൂസസ് എ പീരിയോഡിക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേരിയേഷൻ. Periodic refractive index variation. So we have a cell containing water as medium. Water as a medium. There is a piezoelectric crystal which contract and expands, and thus produces compressions and rarefaction. Compressions and rarefaction. This causes a strain and produces periodic refractive index variation. Periodic refractive index grating or variation. സോ നമ്മളിപ്പോൾ ഒരു സെല്ലിൻ്റെ കാര്യം പറഞ്ഞ്, ആ സെല്ലിൻ്റെ 4 എഡ്ജസിലും, അതായത് ഒരു ക്യൂബോയിഡ് ഇങ്ങനെ ഇരിക്കുവാണ്, ഒരു ഒരു റെക്റ്റാങ്കുലർ പീസിൽ ക്യൂബിക് സ്പേസിൽ ഈ മീഡിയത്തിൽ കൂടി ലൈറ്റ് നമ്മളിങ്ങനെ പാസ് ചെയ്യിക്കുമ്പോൾ ഈ എഡ്ജസിൽ, ആ ലൈറ്റ് പാസ് ചെയ്യുന്നതിൻ്റെ അവിടെ അല്ലാത്ത ബാക്കി എഡ്ജസിൽ നമ്മളൊരു അബ്സോർബർ വെച്ചിട്ടുണ്ടാവും. സോ ദാറ്റ് ദെയർ ഈസ് നോ റിഫ്ലക്റ്റഡ് റേസ്. അതായത് ഈ പുറത്തോട്ടൊക്കെ തെറിച്ച് വരുന്ന റേസ് തിരിച്ചകത്ത് തന്നെ വീണ് ഡിസ്റ്റർബൻസ് കോസ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ എഡ്ജസിൽ ഒരു അബ്സോർബർ വെച്ചിട്ടുണ്ടാകും ടു പ്രിവെൻറ്റ് റിഫ്ലക്റ്റഡ് റേസ്. പിന്നെ ഒരു സ്ക്രീൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ സെല്ലിൻ്റെ കാര്യവും പറഞ്ഞു, ഡിഫ്രാക്ഷൻ ഹാപ്പൻ ചെയ്യുന്നതിനും പറഞ്ഞു.
ഇനി ഇവിടെ പ്ലേസ് ചെയ്തേക്കുന്ന സ്ക്രീനിനെ കുറിച്ചാണ് പറയുന്നത്. ഈ സ്ക്രീൻ എന്ന് പറയുന്നത് ഒരു 1 മീറ്റർ എവേ ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ദ സ്ക്രീൻ ഈസ് പ്ലേസ്ഡ് 1 മീറ്റർ എവേ ഫ്രം ദി അക്വസ്റ്റോ ഒപ്റ്റിക് സെല്ല്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ സെല്ലിൻ്റെ പേരാണ് അക്വസ്റ്റോ ഒപ്റ്റിക് സെല്ല്. പിന്നെ ഇതിൻ്റെ പവറിൻ്റെ കാര്യം, അതായത് നമ്മൾ ആ ട്രാൻസ്ഡ്യൂസറിൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നില്ലേ, അതിൻ്റെ പവർ എന്ന് പറയുന്നത് ഫസ്റ്റിൽ ലോ ആയിട്ടായിരിക്കും കീപ്പ് ചെയ്യുന്നത്. സോ ആ സമയത്ത് നമ്മുടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബീംസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ബീംസ് ആയിരിക്കും, അതായത് ഈ നേരെ വരുന്ന ബീംസ്. സോ ഇവിടെ ബീം വരണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വേവ്സ് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് അത് കഴിഞ്ഞ് ലൈറ്റിന് വന്ന് ഫോളോ ചെയ്യിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സോഴ്സായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലേസർ, ഇപ്പോൾ ഹീലിയം നിയോൺ ലേസർ അതുപോലുള്ള ലേസേഴ്സ് യൂസ് ചെയ്തിട്ടാണ് അവിടെ ലൈറ്റ് വന്ന് ഫോളോ ആകുന്നത്. സോ ഇവിടെ ഹാപ്പൻ ചെയ്യുന്ന ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത് വിൽ ഡിപ്പെൻഡ് ഓൺ ദി വേവ് ലെങ്ത് ഓഫ് ദി ലൈറ്റ് യൂസ്ഡ് ആൻഡ് ദി വേവ് ലെങ്ത് ഓഫ് അക്വസ്റ്റിക് വേവ്. സോ ആദ്യം പവർ വിൽ ബി കെപ്റ്റ് ലോ. അന്നേരം ഡയറക്റ്റ് ബീംസ് ആണ് ഒബ്സർവ് ചെയ്യുന്നത്. ആസ് പവർ ഈസ് ഇൻക്രീസ്ഡ് spots occur on either side of the direct beam. Spots occur on either side of the beam. അതിനെയാണ് ഫസ്റ്റ് ഓർഡർ ഡിഫ്രാക്റ്റഡ് ബീംസ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് +1 -1 ആയിരിക്കും. സോ പവർ ലോ ആയിട്ട് കെപ്റ്റ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ബീംസ് ആണ് വരുന്നത്. പവർ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേനും ആ ഡയറക്റ്റ് ബീമിൻ്റെ either സൈഡിൽ സ്പോട്ട് ഒക്കർ ചെയ്യും. അത് +1 -1 ബീംസ് ആയിരിക്കും. അതാണ് ഫസ്റ്റ് ഓർഡർ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി വീണ്ടും പവർ ഇൻക്രീസ് ചെയ്യുമ്പോൾ on further increase സെക്കൻഡ് ഓർഡർ സ്പോട്ട്സ് ഹാപ്പൻ. അതിന് +2 -2 എന്ന് പറയും. സെക്കൻഡ് ഓർഡർ ഡിഫ്രാക്ഷൻ സ്പോട്ട്സ് ആർ ഒബ്സർവ്ഡ്. ഇത്രയാണ് അതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു റിയൽ കേസ് പറയാം. അതായത് നമ്മൾ ഒരു 6 MHz ഫ്രീക്വൻസി ഉള്ളൊരു അക്വസ്റ്റിക് വേവും വെലോസിറ്റി 1500 m/s വെലോസിറ്റിയുമുള്ളൊരു വേവ് ഒരു സെല്ലിലോട്ട് അപ്ലൈ ചെയ്തിട്ട് ഹീലിയം നിയോൺ ലേസർ യൂസ് ചെയ്തിട്ട്, ഹീലിയം നിയോൺ ലേസറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് സോഴ്സായിട്ട്. അതിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് λ0 എന്ന് പറയുന്നത് 6328 ആങ്സ്ട്രോമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അക്വസ്റ്റിക് വേവ് ലെങ്ത് എന്ന് പറയുന്നത്, ഇപ്പം വേവ് ലെങ്ത് ഓഫ് ഹീലിയം നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ അക്വസ്റ്റിക് വേവ് ലെങ്ത്, ആ കൊടുക്കുന്ന വേവിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 6 MHz. അപ്പോൾ വേവ് ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് വെലോസിറ്റി ബൈ ഫ്രീക്വൻസി 1500 × 10⁻⁶ = 250 മൈക്രോമീറ്റർ ആണ് അക്വസ്റ്റിക് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. സോ ഇവിടെ രാമൻനാഥ് ഡിഫ്രാക്ഷൻ ഹാപ്പൻ ചെയ്യണമെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ എന്താണ്? L ഈസ് വെരി വെരി ലെസ് ദാൻ k/K സ്ക്വയർ. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അക്വസ്റ്റിക് വേവ് ലെങ്ത് സ്ക്വയർ N0 / 2π λ0. അപ്പോൾ അവിടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 0.025 സ്ക്വയർ ഇൻറ്റു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 1.33 / 2 × 3.14 × 6328 × 10⁻⁻10
സോ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നിയർലി 2 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടും. സോ എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്കിവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കാൻ പറ്റും. സോ നമ്മൾ ഇഫ് യു ടേക്ക് ദ ലെങ്ത് ഓഫ് ദ സെൽ ആസ് ലെസ് ദാൻ 1 സെൻറ്റിമീറ്റർ വി ക്യാൻ ഒബ്സർവ് രാമൻ നാഥ് ഡിഫ്രാക്ഷൻ. സോ അതാണ് ഇവിടുത്തെ നെസസറി കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു ഡയഗ്രാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ലേസർ സോഴ്സ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് സോഴ്സ്. സെക്കൻഡ് എന്ന് പറയുന്നത് ആ മീഡിയം പ്ലേസ് ചെയ്തേക്കുന്ന സെല്ല്. ലാസ്റ്റ് സ്ക്രീൻ. സോ ഇവിടെ സോഴ്സിൽ നിന്ന് വേവ്സ് വന്ന് വീഴുന്നു. -0, -1, -2, +1, +2. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഇസഡ് ആക്സിസ്. എക്സ്, വൈ, ഇസഡ്. സോഴ്സ്. പിന്നെ ഇവിടെ അക്യൂസ്റ്റിക് ട്രാൻസ്ഡ്യൂസർ കണക്ട് ചെയ്തിട്ടുണ്ട്. അക്യൂസ്റ്റിക് ട്രാൻസ്ഡ്യൂസർ. ഇതാണ് അക്യൂസ്റ്റിക് സെല്ലെന്ന് പറയുന്നത്. അക്യൂസ്റ്റിക് സെല്ല്. ഇത് സ്ക്രീൻ. ഇത്രയാണ് നമുക്ക് ബേസിക്സ് ഓഫ് രാമൻ നാഥ് ഡിഫ്രാക്ഷനിൽ പറയാനായിട്ടുള്ളത്. സോ രാമൻ നാഥ് ഡിഫ്രാക്ഷനിൽ നമ്മളൊരു അക്വസ്റ്റിക് വേവ് ആണ് മീഡിയത്തിലോട്ട് അപ്ലൈ ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് ഒരു പീരിയോഡിക് ഒരു സ്ട്രെയിൻ ക്രിയേറ്റ് ചെയ്യും. അത് ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേരിയേഷൻ കോസ് ചെയ്യും. ഇവിടെ യൂസ് ചെയ്യുന്ന ഇവിടെ മീഡിയത്തിൽ ക്രിയേറ്റ് ചെയ്യുന്ന വേവ്സ് എന്ന് പറയുന്നത് വിൽ ബി സെയിം ഫ്രീക്വൻസി ആൻഡ് വെലോസിറ്റി ഓഫ് ദ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്. പിന്നെ ഒരു ലൈറ്റ് നമ്മൾ ഇതിൽ ഫാൾ ചെയ്യാനായിട്ട് അനുവദിക്കും. അപ്പോൾ അവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഗ്രേറ്റിംഗ് പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ അതെന്ന് പറയുന്നത് ആ ഡിഫ്രാക്ഷൻ വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് യൂസ്ഡ് ആൻഡ് ദി വേവ് ലെങ്ത് ഓഫ് വേവ് ഓർ സിഗ്നൽ അപ്ലൈഡ്. പിന്നെ ലെങ്ത് ഓഫ് ദ സെല്ലിനെയും ആ ഡിഫ്രാക്ഷൻ ഡിപ്പെൻഡ് ചെയ്യും. ഇവിടെ മൾട്ടിപ്പിൾ ഓർഡർ ഡിഫ്രാക്ഷനാണ് ഹാപ്പൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് രാമൻ നാഥ് ഡിഫ്രാക്ഷനും, സിംഗിൾ ഓർഡർ ആണെന്നുണ്ടെങ്കിൽ ബ്രാഗ്സ് ഡിഫ്രാക്ഷനും ആയിരിക്കും. സോ ഇവിടെ എൽ എന്ന് പറയുന്നത് ഈസ് വെരി വെരി ലെസ് ദാൻ സ്മോൾ കെ ബൈ ക്യാപിറ്റൽ കെ സ്ക്വയർ. അതെന്ന് പറയുന്നത് അക്വസ്റ്റിക് വേവ് ലെങ്ത് സ്ക്വയർ ഇൻ 0 ഡിവൈഡഡ് ബൈ 2π λ0. അതാണ് ഇവിടുത്തെ നെസസറി കണ്ടീഷൻ. ദാറ്റ് ഈസ് ലെങ്ത് ഓഫ് ദ സെൽ എന്ന് പറയുന്നത് ഈസ് വെരി വെരി ലെസ് ദാൻ സ്മോൾ കെ ബൈ ക്യാപിറ്റൽ കെ സ്ക്വയർ. ഇവിടെ രാമൻ നാഥ് ഡിഫ്രാക്ഷനിൽ ഹാപ്പൻ ചെയ്യുന്നത് ഫേസ് ഗ്രേറ്റിംഗ് ആണ്. ബ്രാഗ്സ് ഡിഫ്രാക്ഷനിൽ ഹാപ്പൻ ചെയ്യുന്നത് വോളിയം ഗ്രേറ്റിംഗ് ആണ്. ഇനി ഇവിടുത്തെ എക്സ്പെരിമെൻ്റൽ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ സെല്ലിൽ വാട്ടർ മീഡിയമായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അവിടെ ഒരു ട്രാൻസ്ഡ്യൂസർ യൂസ് ചെയ്തിട്ട് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിലോട്ടാണ് നമ്മൾ സിഗ്നൽ അപ്ലൈ ചെയ്യുന്നത്. അത് കോൺട്രാക്റ്റ് ചെയ്യുകയും എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യും. സോ അത് ഒരു കംപ്രഷനും റെയർഫ്രാക്ഷനും പ്രൊഡ്യൂസ് ചെയ്യും. ക്രസ്റ്റ് ആൻഡ് റഫും പോലെ വേവ്സ് പോലെ ആ മീഡിയത്തിൽ ക്രിയേറ്റ് ചെയ്യും. ഇത് ഒരു പീരിയോഡിക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേരിയേഷൻ കോസ് ചെയ്യും. പിന്നെ 4 സൈഡിലും നമ്മളൊരു അബ്സോർബർ യൂസ് ചെയ്തിട്ടുണ്ട്. അത് റിഫ്ലക്റ്റഡ് റേസ് പ്രിവെൻറ്റ് ചെയ്യാനാണ്. സ്ക്രീൻ എന്ന് പറയുന്നത് 1 മീറ്റർ അവേ ആണ്. സോ ഇറ്റ് ഈസ് കെപ്റ്റ് 1 മീറ്റർ അവേ ഫ്രം ദി അക്വസ്റ്റോ ഓപ്റ്റിക് സെൽ. ദ സോഴ്സ് യൂസ്ഡ് ഈസ് എ ലേസർ. When the power is kept low, we observe only direct beams. When the power is increased, spots occur on the first order spots occur on either side of the direct beam, and further increasing the power we observe second order diffraction. So ഇനി ഒരു കേസിൽ നമ്മൾ 6 മെഗാഹെർട്സും 1500 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി ഉള്ളൊരു വേവ്സ് അക്വസ്റ്റിക് വേവ് മീഡിയത്തിലോട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഹീലിയം നിയോൺ ലേസർ യൂസ് ചെയ്ത് അത് ഡിഫ്രാക്ഷൻ ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ λ0 എന്ന് പറയുന്നത് വേവ് ലെങ്ത് ഓഫ് ഒപ്റ്റിക്കൽ വേവ് ലെങ്ത്, അതായത് ആ ലേസറിൻ്റെ ഹീലിയം നിയോൺ ലേസറിൻ്റെ വേവ് ലെങ്ത്. സോ അക്വസ്റ്റിക് വേവ് ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് ഈ 2 വാല്യൂസ് വെച്ചിട്ട് സ്പീഡും ഫ്രീക്വൻസിയും വെച്ചിട്ട് കണ്ടുപിടിക്കാം. അതെന്ന് പറയുന്നത് 250 മൈക്രോമീറ്റർ. അപ്പോൾ നമ്മൾ ഈക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നിയർലി ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ കിട്ടും. സോ നമ്മളിവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ അതിനാലും കൂടി കുറച്ചുകൂടി കുറച്ച്
1 സെൻറ്റിമീറ്ററിൽ താഴെയൊക്കെയുള്ള എന്താ സെല്ല് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രാമൻനാഥ് ഡിഫ്രാക്ഷൻ ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇതാണ് ഇതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റൽ ഡയഗ്രാം എന്ന് പറയുന്നത്. ഒരു സോഴ്സ് ഉണ്ട്, സെല്ലുണ്ട്, അക്വസ്റ്റിക് സെല്ലാണ്, അക്വസ്റ്റിക് ട്രാൻസ്ഡ്യൂസർ കണക്ട് ചെയ്തിട്ടുണ്ട്, അവിടെ ഡിഫ്രാക്ഷൻ ഹാപ്പൻ ചെയ്യും. സോ ഡയറക്റ്റ് ബീംസ് ഉണ്ട്, ഫസ്റ്റ് ഓർഡർ ബീംസും സെക്കൻഡ് ഓർഡർ ബീംസും നമുക്കിവിടെ ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് രാമൻനാഥ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്.